സിനോജ് തോമസ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് സിനോജും കേട്ട് കാണുമല്ലോ. ഇവിടെ വകുപ്പ് തല കമ്മിറ്റി മുന്നോട്ട് വെച്ച ശുപാർശകളാണ്. അപ്പോൾ ആ ശുപാർശയല്ലേ, അത് അന്തിമമല്ലല്ലോ എന്നാണ് മന്ത്രി പറയുന്നത്. അന്തിമമല്ലെങ്കിലും ഈ ശുപാർശയിൽ മേൽ തങ്ങൾക്കുള്ള വിയോജിപ്പ് അറിയിക്കാൻ, രേഖപ്പെടുത്താൻ വ്യാപാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? സുജയപാർവതി, ഈ മന്ത്രി പറഞ്ഞ ശുപാർശ പുറത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 2024 4-ാം മാസത്തിലാണ് ഈ വകുപ്പ് തല സമിതി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകുന്നത്. അടുത്തിടെയാണ് ഈ റിപ്പോർട്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം ഈ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനൊക്കെ തന്നെ പുറത്തെടുക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതിനകത്തായിരുന്നു ഈ 18,000 രൂപ എന്നുള്ളത് 22,500 ആക്കണമെന്ന നിർദ്ദേശമുള്ളത്. അതായത് 2018 സംസ്ഥാനത്ത് ഈ റേഷൻ കമ്മീഷൻ ഇതിനു മുൻപ് കൂട്ടിയത്. അന്ന് കൂട്ടുന്ന സമയത്ത് സർക്കാർ പറഞ്ഞത് 6 മാസത്തിനകം ഇത് പുനഃപരിശോധിക്കുമെന്നാണ്. 6 മാസം കഴിഞ്ഞു, 6 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 7-ാം വർഷമായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് റേഷൻ വ്യാപാരികൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലുള്ള ഒരു റേഷൻ കടയിലാണ്. 45 വർഷമായി ഈ റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞഹമ്മദിക്കാണ് ഈ കടയിലുള്ളത്. ഇദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ നാട്ടുകാർക്കൊക്കെ അരി കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഈ കടയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളത് അത്യാവശ്യം ജീവിച്ചു പോകുന്നു. കാരണം അത്രയും കാലങ്ങളായിട്ട് ഇങ്ങനെ ജീവിച്ച് അത്യാവശ്യം തട്ടിമുട്ടി ഇങ്ങനെ പോകും. നല്ലൊരു ലെവലിൽ ജീവിക്കാനൊന്നും കഴിയില്ല, എന്നാലും മോശമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത്യാവശ്യം നല്ലോണം സെയിലാകുന്നൊരു കടയാണിത്. നല്ല സെയിലുണ്ട് ഇവിടെ. അങ്ങനെ സെയിലുണ്ടായിട്ടും തട്ടിമുട്ടി പോകാനേ പറ്റുന്നുള്ളൂ. സെയിലുണ്ടായിട്ട് 2 ആളെ വേദന ഇല്ല എന്നെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ വേണമെങ്കിൽ എനിക്ക് ജീവിച്ചു പോകാൻ കഴിയും. ഇപ്പോൾ ഒറ്റക്കാക്ക് ഇദ്ദേഹം 10-25 വർഷമായിട്ട് ഇവിടെ കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. മറ്റു ജോലിക്കൊന്നും പോകാനും പറ്റത്തില്ലല്ലോ. ഇല്ല, ഇനി പോകാൻ പറ്റും. ഈ ഉച്ചയ്ക്ക് ആകെ കിട്ടുന്ന 2-3 മണിക്കൂർ ഗ്യാപ്പ്, അതിനിടയ്ക്ക് പോകാനും പറ്റും. ഇല്ല ഇല്ല. അങ്ങനെ 2 കുടുംബങ്ങളാണ് ഈ റേഷൻ കട വഴി ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. ഈ മറ്റ് ചെലവുകളുണ്ടല്ലോ, വാടക, കറണ്ട് ബില്ല്, അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക? വാടക ഒരു ഇവിടെ ഇപ്പം പണ്ടേ കടയെ കൊണ്ട് വാടക കുറച്ച് കുറവാണ്. 7 ഉറുപ്പ്യ 8 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ വാടക കിട്ടും. കറണ്ട് ചാർജ് ഒരു 2 മാസത്തേക്ക് 300 രൂപയെ വരുന്നുള്ളൂ. കാരണം വലിയ അത്ര അത്യാവശ്യം വരുന്നില്ലല്ലോ, അതാണ് ചെലവായിട്ട് വരുന്നത്. പിന്നെ 2 റേഷൻ വിതരണത്തെ പ്രതിസന്ധിയിലാക്കാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം. സിനോജ് തോമസും ആദിൽ പാലോടുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. റേഷൻ വിതരണത്തിൽ ഈ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ശുപാർശ ഇറങ്ങിയിട്ട് 1 കൊല്ലമായി. ചർച്ച നടത്താം, അവരെ കൂടി കേട്ട് നടപടിയെടുക്കാം എന്ന് മന്ത്രി പറയുന്നുണ്ട്. മന്ത്രി ജി ആർ അനിലിന്റെ ആ വാക്ക് നമ്മൾ വിശ്വാസത്തിലെടുക്കുകയുമാണ്.